വേടൻ ഒരു കാമഭ്രാന്തനാണോ എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. കാരണം ഒരു പെൺകുട്ടിയെ കാണുക, കണ്ട ദിവസം തന്നെ പീഡിപ്പിക്കുക. ഇപ്പോൾ ആ പെൺകുട്ടി DGPക്ക് പരാതി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പരാതി കൈമാറി എന്ന് പറയുമ്പോഴും ഇതിലൊക്കെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നില്ലേ പ്രിയ? തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ഇവിടെ വലിയ പീഡനം തട്ടിക്കൊണ്ടുപോയി ഒരു നടിയെ നഗരമധ്യത്തിൽ വാഹനത്തിൽ പീഡിപ്പിച്ച കേസ് പോലും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കോടതിയുടെ പരിഗണനയിലാണ്. നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല, കോടതിയൊന്നും കുറ്റം പറയാൻ കഴിയില്ല. കോടതിക്ക് കൃത്യമായി വസ്തുതകളൊക്കെ പരിശോധിച്ച് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് നടന്നതെന്നുള്ള തെളിവുകളെല്ലാം പരിശോധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് നടപടിയെടുക്കാൻ കഴിയൂ. പക്ഷേ അത് ഈ പറയുന്ന നീതി വൈകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. എത്ര വർഷമായിരുന്നു ആലോചിച്ച് നോക്കൂ. നടിയെ ആക്രമിച്ച കേസ് അത് എത്ര വർഷമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിചാരണ കോടതിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും തോന്നുന്നു ഇതെന്താ ഇത്രയ്ക്ക് എഴഞ്ഞു നീങ്ങുന്നത്. പക്ഷേ നിയമത്തിന് ശരിക്കും കണ്ണില്ല. നിയമം കണ്ടുകൊണ്ട് ആരെയും നോക്കിക്കൊണ്ടല്ല ഈ പറയുന്ന ഒരു നടപടികളും കൈക്കൊള്ളുന്നത്. നിയമം എപ്പോഴും ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, അത് ശരിയും തെറ്റും എന്താണ്, നീതി എവിടെയാണ് എന്നുള്ളത് നിയമപ്രകാരം പരിശോധിച്ച് അവർക്ക് വേണ്ട, അതായത് ആരാണോ നിയമത്തിൽ പീഡിപ്പിക്കപ്പെട്ടത്, ഇല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടത്, ഉപദ്രവിക്കപ്പെട്ടത്, അവർക്ക് നീതി എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ കുറ്റം ചെയ്ത ആളിനെ കണ്ടെത്താനായിട്ട് കണ്ണുകളല്ല ഉപയോഗിക്കുന്നത്, അവിടെ നീതിയുടെ അളവുകോലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരന് തോന്നുമ്പോൾ എന്താ കോടതിയിൽ ഇങ്ങനെ എഴഞ്ഞു നീങ്ങുന്നത്? ഇതാണ് നമ്മളുടെ മുന്നിൽ ആദ്യം വരുന്ന ഒരു ചോദ്യം. അതിലൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ പോലീസ് സമർപ്പിക്കുന്ന കുറ്റപത്രം, തെളിവുകൾ, ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ കോടതി ഇതെല്ലാം പരിഗണിക്കുന്നത്. ഇവര് സമർപ്പിക്കുന്നതിൽ പൂർണ്ണതയില്ലെങ്കിൽ കോടതിക്ക് അവിടെയും സമയം എടുക്കും. വീണ്ടും ഇതിനെപ്പറ്റിയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളുടെ സ്വാധീനമൊക്കെ വലിയ തോതിൽ ഈ പറയുന്ന കേസുകളെ ബാധിക്കുന്നുണ്ട്, ജുഡീഷ്യറിയെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും കോടതികൾ ഈ പറയുന്ന പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലേ ഉള്ളൂ, ദൂരദർശനേ ഉള്ളൂ. അപ്പോൾ അതിൽ വസ്തുതാപരമായ വാർത്ത, അനുവദനീയമായ വാർത്ത മാത്രമേ വരുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഊഹാപോഹങ്ങൾ, സംശയങ്ങൾ, ചെറിയ കാര്യങ്ങൾ വരെ വിവാദങ്ങളായി വലിയ തോതിൽ ചർച്ചയാവുമ്പോൾ കോടതി ഇതെല്ലാം കാണുകയില്ല. കോടതി എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന ഈ ലോകവുമായിട്ട് ബന്ധമില്ലാത്തവരല്ലല്ലോ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ വാർത്തകളിൽ അവരുടെ കണ്ണിൽപ്പെടും. അപ്പോൾ പല വിധത്തിലുള്ള സ്വാധീനങ്ങൾക്ക്, സ്വാധീനം എന്ന് പറഞ്ഞാൽ അബോധമായിട്ടുള്ള, ഈ സ്വാധീനം എന്ന് ഉദ്ദേശിക്കുന്ന സ്വാധീനിക്കുന്നതല്ല, ഈ പറയുന്ന വാർത്തകളുടെ സ്വാധീനത്തിൽ പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ കോടതിക്ക് അങ്ങനെ ഒരു സംശയം വരിക, ഇത് ഇങ്ങനെ ഒരു സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട്, അപ്പോൾ അതുകൂടെ പരിഗണിക്കണ്ടേ, അതുകൂടെ പരിശോധിക്കണമല്ലോ. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് സമർപ്പിക്കുന്ന പാകപ്പിഴയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് വീണ്ടും പരിശോധിക്കേണ്ടി വരും. അപ്പോൾ മറുവാദം കേൾക്കേണ്ടി വരും. അങ്ങനെ ഓരോ വാദങ്ങളും കേട്ടിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഈ പറയുന്ന പ്രൊട്ടസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി വരുന്ന നീതി അനീതിയാണ് എന്നാണ് പറയുന്നത്. അത് നീതി അല്ല, നീതിയായിട്ട് ലഭിക്കുന്നില്ല. ഇവിടെയും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഭയം ഈ പറയുന്ന പൊതുസമൂഹത്തിനും ഇരകൾക്കും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന റാപ്പ് ഗായകൻ വേടനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ഈ പറയുന്ന ഇയാളെ ലൈംഗിക വൈകൃതത്തെ പറ്റിയൊക്കെ ഒരുപാട് തവണ വന്നതാണ്. ഈ എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നതിനെ പറ്റിയും എങ്ങനെയാണ് ആക്രമിച്ചാണ് ഈ പറയുന്ന രതിയിൽ ഏർപ്പെടുന്നതെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ പലതരത്തിലുള്ള വാർത്തകളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും ഒക്കെ ആയിട്ടൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വാർത്ത കൊടുത്തിരുന്നു. വേടനെതിരായ സ്ത്രീ പീഡന പരാതി പെൺകുട്ടികൾ മുഖ്യമന്ത്രിക്ക് നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് DGPക്ക് കൈമാറുകയാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ DGP പോലീസ് മേധാവി സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? FIR ഇടും. ഈ പറയുന്ന പീഡന പരാതി ആകുമ്പോഴത്തേക്കും ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തുക. ജാമ്യമില്ലാ കുറ്റം ചുമത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ വേടൻ എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. വേടൻ എവിടെ പോയിരിക്കുന്നു, വേടൻ ഒളിവിലാണോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നടന് മൂക്കിന് തുമ്പിന് താഴെ ഉണ്ടായിട്ട് പോലും നമ്മുടെ പോലീസ് സംവിധാനത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയിരിക്കും വേടൻ. എന്താ പറയാ, ഹൈന്ദവ സംസ്കൃതിയെ മുഴുവൻ കുറ്റം പറയുന്ന ഒരാളായതുകൊണ്ട് പ്രൊട്ടക്ഷൻ കുറച്ച് കൂടുകയും ചെയ്യും സ്വാഭാവികമായിട്ടും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയാണ് പരാതി നൽകിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. 2020 നടന്ന സംഭവത്തെ പറ്റിയാണ് ഒരു യുവതിയുടെ പരാതി എന്നാണ്. 2021 രണ്ടാമത്തെ യുവതിയുടെയും പരാതിയിൽ പരാതിക്കാരിൽ ഒരാൾ ദളിത് സംഗീതത്തിൽ
ഗവേഷണം നടത്തുന്ന ആളാണ് എന്നുള്ളതാണ്. അതായത് ഒരു ഗവേഷകയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ സ്വാഭാവികമായിട്ട് സമീപിച്ചത് എന്താണ്? അവരുടെ അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ വേടൻ എന്ന് പറയുന്ന ആളിനെ സമീപിച്ചത്. കാരണം ഇയാൾ പാടുന്നതിൽ പലതും ഈ പറയുന്നതിൽ സംഗീതം എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന പാട്ടുകളാണ്. ശരിക്കും അതൊന്നും ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. വേടൻ്റെ ഇത്തരം പാട്ടുകൾ കേട്ടാണ് സമീപിച്ചതും പരിചയത്തിലായതും. പരിചയം സൗഹൃദമാവുകയും പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പരാതിക്കാരിയും കലാരംഗവുമായി ബന്ധമുള്ള ആളാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങളെ പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ ദളിത് സംഗീതത്തിൽ എന്താണ് എന്നുള്ളതിനെ പോലും പറയാൻ കഴിയില്ല. കാരണം അവരുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും പുറത്ത് വരാൻ പാടില്ല. അവരാരാണെന്നുള്ളതിനെ പറ്റി ഒരു സൂചന പോലും നൽകാൻ പാടില്ല എന്നുള്ളതാണ്. വേടനോട് ആരാധന തോന്നിയാണ് പരിചയപ്പെട്ടത് ഈ പറയുന്ന പെൺകുട്ടി. രണ്ടാമത്തെ ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ട ശേഷം ആദ്യം കണ്ടപ്പോൾ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വേടനെ പറ്റി ഈ പരാതിയിൽ പറയുന്ന കാര്യമാണിത്. അങ്ങനെയാണെങ്കിൽ കണ്ട മാത്രയിൽ ഒരാളോട് ഈ പറയുന്ന എന്താ പറയുന്നത്, നമുക്ക് അറിയാമല്ലോ, വേട്ടമൃഗം ആക്രമിക്കുന്നത്, പുലിയൊക്കെ കണ്ടിട്ടില്ലേ, മുയൽ ഇല്ലെങ്കിൽ മാൻ ഓടിപ്പോകുമ്പോൾ ഓടിച്ചെന്ന് ചാടി വീണ് ആക്രമിച്ച് പീഡിപ്പിക്കുന്ന പോലെ നമുക്കിപ്പോൾ കാലങ്ങളായി അറിയാമെന്നുള്ള ഒരാൾ അടുപ്പമാകുന്നു, സൗഹൃദമാകുന്നു, പ്രണയമാകുന്നു. അതിനുശേഷം ഈ പറയുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഇല്ലെങ്കിൽ അത്തരത്തിൽ സമീപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും പിന്നെയും അതിനകത്തൊരു ന്യായവാദമുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിയെ ആദ്യം കാണുമ്പോൾ അപ്പോൾ എന്താണ് അവിടെ ഒരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ളത് പോലും അയാൾ പരിഗണിക്കുന്നില്ല. അവിടെ ഒരു ശരീരം, ഒരു ലൈംഗികാവയവം, ഇത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചിന്തയല്ല, ജന്തു സമാനമായിട്ടുള്ള ഒരു ചിന്തയാണ്. ജന്തുക്കൾക്കാണ് ഈ പറയുന്ന ഭോഗം, ഈ പറയുന്ന ആഹാരം കഴിക്കുക, വിസർജിക്കുക, ഉറക്കം, ഈ പറയുന്ന മൗലികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്. ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചാടി വീണ് ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ഈ പറയുന്ന പരാതി മാറുന്നു. ഈ പെൺകുട്ടിയുടെ പരാതി അത്തരത്തിലേക്ക് ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃക്കാക്കര പോലീസിലാണ് ഈ പീഡന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള. വേടൻ ഇപ്പോഴും ഒളിവിൽ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. എവിടെയാണ് വേടൻ ഉള്ളത് എന്നതിനെ പറ്റിയിട്ട് യാതൊരു പിടിയുമില്ല. അതിനിടെ വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന കേസിൽ വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി. കക്ഷി ചേർക്കാനുള്ള അപേക്ഷയെ വേടൻ എതിർത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് നിർദ്ദേശം നൽകിയ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ച് ഹർജി ഇന്നാണ് പരിഗണിക്കുന്നത്. ഇന്ന് പരിഗണിക്കും. അപ്പോൾ ഇന്ന് കൂടുതൽ വിവരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇയാൾ എന്താണ് ഈ പീഡനങ്ങളുടെ നിരന്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടും പേരല്ല. അപ്പോൾ ആരാധനയോടെ ചെല്ലുന്നവരൊക്കെ പീഡിപ്പിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു കലാകാരൻ അയാളുടെ കഴിവിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതിനെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി വരട്ടെ, ഇരകൾക്ക് നീതി കിട്ടട്ടെ, കൃത്യവും സത്യസന്ധവുമായ അന്വേഷണം നടക്കട്ടെ. വേടൻ്റെ രാഷ്ട്രീയമൊക്കെ ശരിയല്ലാത്ത പരാമർശങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവിടെ മാറ്റിവെക്കാം. ഇവിടെ അത് നമ്മൾ അധികം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നടന്നിരിക്കുന്ന അനീതിയാണ്. അനീതിയിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കേണ്ടതാണ് ഇവിടുത്തെ മൗലികമായ ആവശ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.